ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഇതൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ആദ്യം തന്നെ കമ്മീഷനെ പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളിവിടെ പന്തംകൊളുത്തി പ്രകടനം നടത്തിയ ആളുകളാണ്. കാരണം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത് മുനമ്പം ജനതയെ ഒന്നും കൂടി പറ്റിച്ചെന്നേ ഞങ്ങൾ പറയുള്ളൂ. മുനമ്പം ജനത ഒരിക്കൽ കൂടി ഒന്ന് പറ്റിക്കപ്പെട്ടു, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ വിശ്വസിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും, കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇതേ നടക്കുകയുള്ളൂ. കാരണം സാധാരണക്കാരുടെ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. 156 ദിവസങ്ങളായി ഈ പൊരുവെയിലത്ത് ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലെന്ന് അടിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബിൽ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുകളുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നാൽ മുനമ്പം ജനത രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കടലിൻ്റെ മക്കൾ കടലിലേക്ക്. ഇപ്പോൾ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. അതൊന്നും ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ എല്ലാവരും ഇറങ്ങും. കാരണം ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. മുനമ്പം ജനത ഇപ്പോൾ വെയിലത്തോടെ ഇരിക്കുന്നത് ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് മുനമ്പം ജനതയുടെ സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമരമുറ കടലിൻ്റെ മക്കൾ കടലിലേക്ക്, ആ ഒരു സമരമുറ അതിൽ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു കയറുമില്ല കടലിൽ നിന്ന്. കാരണം ഞങ്ങൾ ഇത്ര നാൾ നമ്മളൊരു സമരം ചെയ്തത് ഒരു റോഡിലൊരു ബ്ലോക്ക് ഉണ്ടാക്കുകയോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങളൊരു പ്രശ്നമില്ലാതെ സമാധാനപരമായി നടത്തിയ ഒരു സമരമാണിത്. അപ്പോൾ ആ സമരത്തെയും ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ ഈ ഇരിപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾക്കെതിരെ പലരും വന്നിരിക്കുന്നത്.